അംഗത്വ ഫീസ് പുതുക്കണമെന്ന് CPIM പാർട്ടി കോൺഗ്രസിൽ നിർദ്ദേശം. നിലവിലുള്ള 5 രൂപ പരിഷ്കരിക്കണമെന്നതാണ് ആവശ്യം. നിർദ്ദേശം അംഗീകരിച്ചാൽ പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്നാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, അംഗത്വ ഫീസ് അപ്പോൾ 5 രൂപയിൽ നിന്ന് എത്ര രൂപയാക്കാനാണ് സാധ്യത? പ്രവിത, എത്ര രൂപയാക്കി ഉയർത്തണം എന്ന കാര്യത്തിൽ നിർദ്ദേശങ്ങളൊന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ പാർട്ടി അംഗത്വത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഫീസായി ഈടാക്കുന്ന തുക ഭേദഗതി ചെയ്യണം കാലോചിതമായി എന്നാണ് ഒരു ഭേദഗതി നിർദ്ദേശം പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പുറമേ നിന്നും ഒരു വ്യക്തി എന്ന നിലയിൽ അയച്ചു നൽകിയ ഭേദഗതി നിർദ്ദേശമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർട്ടി അംഗം അയച്ചു നൽകിയ ഒരു ഭേദഗതി നിർദ്ദേശമാണ്. ആദ്യ ഘട്ടത്തിൽ അത് 1 രൂപയായിരുന്നത് നിലവിൽ കാലോചിതമായി പരിഷ്കരിച്ച് നിലവിൽ 5 രൂപ എന്നുള്ളതാണ് അംഗത്വ ഫീസായി ഈടാക്കുന്നത്. അതിൽ കാലോചിതമായ പരിഷ്കരണം ആവശ്യമാണ് എന്നതാണ് നിർദ്ദേശം. ഇക്കാര്യം ഈ സംഘടനാ രേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യം പാർട്ടി കോൺഗ്രസ് പരിഗണിക്കുക. അതായത് നാളെ വൈകിട്ട് 4 മണിക്കും 8 മണിക്കും ഇടയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുക. ഈ ഭേദഗതി നിർദ്ദേശം അംഗീകരിക്കുകയാണ് കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ് എന്നാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നത് എങ്കിൽ ഇത് നടപ്പാക്കുന്നതിനായി പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. കാരണം അംഗത്വ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ, അംഗത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഭരണഘടനയിലാണ് പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ഈ പരിഷ്കാരത്തിന് ആവശ്യമായി വരും. എത്ര രൂപയാണ് പരിഷ്കരിക്കേണ്ടത് എന്നതടക്കം ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും തീരുമാനമുണ്ടാകുക. ഒപ്പം തന്നെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ആയിരിക്കും നിലവിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ നടപ്പാക്കിയ 75 വയസ്സ് പ്രായപരിധി എന്ന കാര്യത്തിൽ പുനർചിന്തനം ആവശ്യമാണോ, ഇളവ് ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെയായിരിക്കും പാർട്ടി കോൺഗ്രസ് പരിശോധിക്കുക. ആ കാര്യത്തിലും ഭരണഘടനാ ഭേദഗതി തന്നെ ആവശ്യമായി വരും എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അംഗത്വ ഫീസ് 5 രൂപയിൽ നിന്ന് ഉയർത്തണം എന്നുള്ളതാണ് ആവശ്യം. എത്ര രൂപ കൂട്ടും എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് നമുക്ക് കണ്ടറിയാം.